ടോക്കിയോയിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. കറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ഹോട്ടലിൽ എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കൂടുതൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഭാഗ്യത്തിന് ഇവിടെ കുറേ യൂറോപ്യൻസ് താമസിക്കുന്ന കാരണമാണോ എന്നറിയില്ല, ജാപ്പനീസ് ലോക്കൽ ക്വിസീൻസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ഇങ്ങനത്തെ ഫുഡുകൾ, അത് വളരെ നന്നായി എന്ന് തോന്നി. അപ്പോൾ എന്തായാലും മിത്തുക്കുട്ടി ഇവിടെ പാൻ കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. നല്ല മേപ്പിൾ സിറപ്പും ഹണിയും മറ്റേ ചോക്ലേറ്റ് സിറപ്പും ഒക്കെ ഒഴിച്ച് ഗംഭീരമായ പാൻ കേക്ക്, അതിൻ്റെ ഒരു മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മ്യൂസലിയും പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ക്രോസോ ഉണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു പുറത്ത്. ഈ മഴ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനുള്ള ഒരു രസം, ആഹാ. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇത് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ കഴിച്ച് പിന്നെ പോർക്കും ബീഫൊക്കെ കുറേ കൂടുതലുണ്ട്. അപ്പോൾ അതൊന്നും കഴിക്കില്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കഴിക്കണം എന്ന് മാത്രം. സോസേജൊക്കെ അധികം പോർക്കിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച്, അതല്ലാത്തതൊക്കെ കഴിച്ച് ഇതാ നല്ല സൂപ്പർ ഫുഡ്. ഇനി നമുക്ക് ഇന്നത്തെ ഫുൾ ഡേ കറക്കാണ്. ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ നല്ല ഗംഭീര മഴയും തണുപ്പും. ഞാനാണെങ്കിൽ ഫുൾ സ്പ്രിങ് വൈബ് ഡ്രസ്സുകളുമാണ് കൊണ്ടുവന്ന്. നോക്കാം എന്തായാലും എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാനൊരു പൊളിക്കും രാവിലത്തെ ഫുഡ്. അതൊക്കെ പുഡിങ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ ബീവറേജസും ഉണ്ട്. നമ്മൾ തന്നെ പ്ലേറ്റും കാര്യങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടേ വെക്കണം. അത് പിന്നെ ഇവിടെ അങ്ങനെയാണല്ലോ, ഒക്കെ സെൽഫ് സർവീസും കാര്യങ്ങളുമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ചായ ഇല്ല, കാപ്പി അത് കുടിച്ച്. ഇതേ കൂടെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ. അത് തിരിച്ച് കൊണ്ടുവന്ന് വെക്കണം എന്ന് മാത്രം രാത്രി.